നമ്മൾ 7 ട്രക്ക് പോയിട്ടുണ്ട്. ഇന്നലെ 4ഉം ഇന്ന് 3ഉമായിട്ട്. ഒരു ട്രക്ക് നമ്മൾ എയർ ഡ്രോപ്പിങ്ങിനാണ് വിട്ടിരിക്കുന്നത്. നമ്മൾ മൂന്ന് പ്ലെയിനുകളിലായിട്ട് അവിടെ രാവിലെ എയർ ഡ്രോപ്പിങ്ങിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജില്ലയിൽ നിന്നും വലിയൊരു ഓവർവെൽമിങ് റെസ്പോൺസാണ്. നമ്മുടെ ചില പോസ്റ്റുകൾ റീഷെയർ ചെയ്ത് പോയി. ദുൽഖർ സൽമാൻ വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൾ ഓവർ കേരളയിൽ നിന്ന് നമുക്ക് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിരവധി സാധനങ്ങൾ കൊടുത്തയക്കാൻ പറ്റി. ഇപ്പം വയനാട്ടിൽ നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള ഫീഡ്ബാക്ക്. അത് ഓരോ ദിവസത്തിനനുസരിച്ചായിരുന്നു. ഇന്നലെ പറഞ്ഞത് റെഡി ടു ഈറ്റ് മെറ്റീരിയൽസ് ആയിരുന്നു വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റെഡി ടു ഈറ്റ് മെറ്റീരിയൽസ് ആയിരുന്നു കൂടുതൽ കൊടുത്തയച്ചിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ക്യാമ്പുകളിലായതുകൊണ്ട് അവർക്ക് കിറ്റുകൾ ഉണ്ടാക്കാനും അതേപോലെ ടോയ്ലറ്ററി ഐറ്റംസുമാണ്, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കൊടുത്തയക്കുന്നത്. ഡ്രസ് മെറ്റീരിയൽസും ചെറു വണ്ടികൾ പോകുന്നത് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ വല്ലാതെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഫീഡ്ബാക്ക് ഉണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് കളക്ടറേറ്റിന് കോർഡിനേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ സാധനങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്.